ഹായ്, ഈ സെഷനിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓൾറെഡി നമ്പർ തിയറിൻ്റെ ബേസിക്സും യൂക്ലിഡിയൻ അൽഗോരിതം നമുക്ക് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനിപ്പോൾ കുറച്ച് നൊട്ടേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു നമ്പർ എ ഇഫ് ഇറ്റ് ഡിവൈഡ്സ് ബി, എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നൊട്ടേഷൻ, എ ഡിവൈഡ്സ് ബി. എ ഡസ് നോട്ട് ഡിവൈഡ് ആണെങ്കിൽ ഈ വര വരച്ചിട്ടൊരു വെട്ട് വയ്ക്കും. സോ ഇതാണ് എ ഡസ് നോട്ട് ഡിവൈഡ് ബി. ഫോർ എക്സാമ്പിൾ 2 divides 6, okay, 3 does not divide 5, okay, അല്ലെങ്കിൽ 4 divides 8. സോ ഈ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ്സ് പറഞ്ഞ നൊട്ടേഷൻ. ഓക്കെ, ഇനി എ ഡിവൈഡ്സ് ബി ആണ്. ഫോർ എക്സാമ്പിൾ എ ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. സോ ബി ക്യാൻ ബി റിട്ടൺ ആസ് സം എ ഇൻറ്റു സം സി, അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ ബിക്കോസ് 2 ഡിവൈഡ് 6 എന്ന് പറഞ്ഞാൽ 6 ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു 3. സോ ഈ ഒരു മീനിങ് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് നൊട്ടേഷൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാൻ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന്, എ ഡിവൈഡ് 0. ഇറ്റ്സ് ഓൾവേസ് ട്രൂ ഫോർ ഓൾ ഇൻറ്റീജേഴ്സ് വിച്ച് ആർ നോട്ട് ഈക്വൽ ടു 0. അതുപോലെ തന്നെ 1 വിൽ ഡിവൈഡ് എ ആൻഡ് ഓൾസോ എ വിൽ ഡിവൈഡ് എ. സോ ഏതൊരു നമ്പർ നോൺ സീറോ ആയിട്ടുള്ള നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ഡിവൈഡ് 0, അല്ലേ? ബിക്കോസ് ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡ് 0, ബിക്കോസ് 0 ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു 0. സോ ഓൾവേസ് നോൺ സീറോ ഇൻറ്റീജർ എ വിൽ ഡിവൈഡ് 0. നമ്മളിവിടെ ഇൻറ്റീജേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുപോലെ 1 വിൽ ഡിവൈഡ് എവറി ഇൻറ്റീജർ ആൻഡ് ഓൾസോ എവറി ഇൻറ്റീജർ വിൽ ഡിവൈഡ് ഇറ്റ് സെൽഫ്. സോ ഇത്രയും പ്രോപ്പർട്ടിയാണ് നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ള പ്രോപ്പർട്ടി. ഓക്കെ, ഇനി വേറെ എന്താണ്? ഇപ്പോൾ എ ഡിവൈഡ്സ് 1, ഇൻറ്റീജേഴ്സ് ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ എ ഡിവൈഡ്സ് 1 ആണെങ്കിൽ ആകെ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഇറ്റ് ഐദർ എ വിൽ ബി ഐദർ പ്ലസ് ഓർ മൈനസ് 1. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ടെക്സ്റ്റിൽ സ്ട്രൈറ്റ് ഫോർവേഡ് കൊടുത്തിട്ടുണ്ട് പ്രൂഫുകൾ. അതുപോലെ തന്നെ എ ഡിവൈഡ്സ് ബി, സി ഡിവൈഡ്സ് ഡി ആണെങ്കിൽ ക്യാൻ യു സേ ദാറ്റ് എ സി ഡിവൈഡ്സ് ബി ഡി? അതൊന്ന് പ്രൂവ് ചെയ്യാമോ? ഓക്കെ, സോ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ പ്രൂഫാണ്. എ ഡിവൈഡ്സ് ബി, സി ഡിവൈഡ്സ് ബി ആണെങ്കിൽ ക്യാൻ യു ഷോ ദാറ്റ് എ ഡിവൈഡ്സ് ബി ആൻഡ് സി ഡിവൈഡ്സ് ഡി ആണെങ്കിൽ ക്യാൻ യു ഷോ ദാറ്റ് എ സി ഡിവൈഡ്സ് ബി ഡി? ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 divides 4, okay, and then 3 divides 6. Can you show that 2 into 3 divides 4 into 6? ശരിയാണോ? നിങ്ങൾക്ക് 6 divides 24. ഓക്കെ, ഇത് ട്രൂ ആണ്. അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ എ ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് യു ക്യാൻ റൈറ്റ് ബി ഈസ് ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് എ. അതുപോലെ സി ഡിവൈഡ്സ് ഡി എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് എന്താണ്? ഡി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സി. സോ സി ഇൻറ്റു എസ്. സോ ബി നൗ ബി ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ഡി വിൽ ബി ഈക്വൽ ടു എ സി ഇൻറ്റു ആർ എസ്. So that is BD is a multiple of AC. That means AC divides BD. So straight forward നമ്മൾ ജസ്റ്റ് അറിയാവുന്ന കൺസെപ്റ്റ്സ് വെച്ചുള്ള പ്രൂഫ് മാത്രമാണ്. എ ഡിവൈഡ്സ് ബി, സി ഡിവൈഡ്സ് ഡി ആണെങ്കിൽ എ സി ഡിവൈഡ്സ് ബി ഡി. ഓക്കെ, സിമിലർലി എ ഡിവൈഡ്സ് ബി, ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ എ ഡിവൈഡ്സ് സി ആണ്. നമുക്ക് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി റിലേഷൻഷിപ്പ് വെച്ച് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി കുറച്ച് സാധനം നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എങ്ങനെ ചെയ്യാം? എ ഡിവൈഡ്സ് ബി, ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ എ ഡിവൈഡ്സ് സി. സോ എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ ബി ക്യാൻ ബി റിട്ടൺ ആസ് സം എ ഇൻറ്റു എസ്. അതുപോലെ സി ഡിവൈഡ്സ് ഡി, ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ സി ക്യാൻ ബി റിട്ടൺ ആസ് സം ബി ഇൻറ്റു ആർ. ദെർഫോർ ഇൻ എഫക്റ്റ് യു ക്യാൻ റൈറ്റ് സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് ഇൻറ്റു ആർ. സോ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് എ. സോ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എ ഡിവൈഡ്സ് ബി, ബി ഡിവൈഡ്സ് എ ഇഫ് ആൻഡ് ഓൺലി എ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ആണ്. അതും നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിവൈഡ്സ് ബി, ഓക്കെ, സോ ബി നോൺ സീറോ ആണെങ്കിൽ ക്യാൻ യു ഷോ ദാറ്റ് മോഡുലസ് ഓഫ് എ ഈസ് ലെസ് ആർ ഈക്വൽ ടു മോഡുലസ്. സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഒക്കെ വരാം. ഓക്കെ, സോ എ ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞാൽ ബി ക്യാൻ ബി റിട്ടൺ ആസ് സം എ ഇൻറ്റു സി. ഓക്കെ, ദർഫോർ മോഡുലസ് ഓഫ് ബി വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സി. ഞാനിവിടെ മോഡൽസ് എഴുതാൻ കഴിയും. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മോഡുലസ് ഉള്ളതുകൊണ്ടാണ്. സോ ദിസ് ഇസ് ആക്ച്വലി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് സി. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്തായാലും ബി ഇൻറ്റു സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു നോൺ സീറോ ഇൻറ്റീജർ ആയിരിക്കും. ദർഫോർ മോഡുലസ് ഓഫ് സി വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 1 ആയിരിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? Therefore, modulus of B which is equal to modulus of A into modulus of C will be greater or equal to modulus of A, because modulus of C is always greater or equal to 1. So ആ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. That is, if A divides B, always modulus of A will be less than or equal to modulus of B. ഇനി അടുത്തത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. If A divides B, A divides C, can you show that A divides BX plus CY? So basically ബീനെയും സീനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ബീൻ്റെ സൈഡ് കോമ്പിനേഷൻ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ ബി ക്യാൻ റിട്ടൺ ആസ് സം എ ഇൻറ്റു ആർ. എഫ് അതുപോലെ തന്നെ ഇഫ് എ ഡിവൈഡ്സ് സി ആണെങ്കിൽ സി ക്യാൻ റിട്ടൺ ആസ് സം എ ഇൻറ്റു എസ്. ദർഫോർ ബി എക്സ് പ്ലസ് സി വൈ എന്താവും? ഇറ്റ് വിൽ ബി എ ആർ ഇൻറ്റു എക്സ് പ്ലസ് എ എസ് ഇൻറ്റു വൈ. ദാറ്റ് ഇസ് ആക്ച്വലി എ ഇൻറ്റു ആർ എക്സ് പ്ലസ് എസ് വൈ. സോ ബേസിക്കലി യു ക്യാൻ സീ ദാറ്റ്
ബി എക്സ് പ്ലസ് സി വൈ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. സോ എ ഡിവൈഡ്സ് ബി എക്സ് പ്ലസ് സി വൈ അല്ലേ, ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ ദാ ഇപ്പം 3 ഡിവൈഡ്സ് 6 ഉണ്ട്, 3 ഡിവൈഡ്സ് 9 ഉണ്ട്. സോ ഡെഫിനറ്റ്ലി 3 വിൽ ഡിവൈഡ് 6 ഇൻറ്റു ഏതിനും 6 ഇൻറ്റു 2 പ്ലസ് 9 ഇൻറ്റു 1. സോ ഈ ഒരു കോമ്പിനേഷനുള്ള ഏത് സാധനം എടുത്താലും 3 അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ബിക്കോസ് യു ക്യാൻ ടേക്ക് 3 ഔട്ട്സൈഡ്. ഓക്കെ, സോ അത്രയും പ്രോപ്പർട്ടീസാണ്. ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക, പ്രൂഫുകളൊന്ന് റൺ തന്നെ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രൂഫുകളാണ്. ഇനി അടുത്ത് നമ്മൾ ജി സി ഡിയെ കുറിച്ച് പറയാമ്പോൾ അടുത്ത് നമ്മൾ ജി സി ഡിയെ കുറിച്ച് പറയുവാണ്. എന്താണ് ജി സി ഡി എന്നുള്ളതാണ് ജി സി ഡി. ഓക്കെ, സോ ജി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 6ൻ്റെ അല്ലെങ്കിൽ -6ൻ്റെ നമ്മുടെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഡിവൈഡിങ് നമ്പർ ഡിവൈസസ് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി 1 അതിൻ്റെ ഡിവൈസറാണ്, -1 ഡിവൈസറാണ്, 2 ഡിവൈസറാണ്, -2 ഡിവൈസറാണ്, 3 ഡിവൈസറാണ്, -3 ഡിവൈസറാണ്, 6 ഡിവൈസറാണ്, -6 ഡിവൈസറാണ്. ഓക്കെ, സിമിലർലി ഈ 9 ഡിവൈസസ് എടുക്കുകയാണെങ്കിൽ 9ൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ 9 ഡിവൈസസ് നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും. 1 -1 ഉണ്ടാവും, 2 ഉണ്ടാവില്ല, സോ 2 ഉണ്ടാവില്ല. വേറെ ഏതാണുള്ളത്? 3 -3 ഉണ്ടാവും, 6 -6 ഉണ്ടാവും. സോ ഈ രണ്ട് സെറ്റിലെയും ഏറ്റവും വലിയ ഡിവൈസറിന് പറയുന്ന പേരാണ് ജി സി ഡി ഓഫ് എ കോമ ബി, അല്ലെങ്കിൽ ജി സി ഡി ഓഫ് ഇവിടെ -6, -9. സാധാരണ ജി സി ഡി നമ്മൾ ഈ ഒരു സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എയുടെയും ബിയുടെ ജി സി ഡി നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് സിമ്പിൾ ഡിനോട്ട്സ് ജി സി ഡി. സോ -6ൻ്റെയും 9ൻ്റെയും ജി സി ഡി എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസേഴ്സിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഡിവൈസറിന് പറയുന്ന പേരാണ് ജി സി ഡി. സോ അതിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഏതാണ്? ഇറ്റ് ഈസ് 3. രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് 3 ആണ്. അതാണ് ഏറ്റവും വലുത് കോമൺ ആയിട്ടുള്ളത് പോസിറ്റീവ്. സോ ദാറ്റ് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് ജി സി ഡി. സോ രണ്ട് എ ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡി ഷുഡ് ഡിവൈഡ് എ ആൻഡ് ഡി ഷുഡ് ഡിവൈഡ് ബി, ശരിയല്ലേ? ആൻഡ് മോർ ഓവർ ഓൾസോ ഡി ഈസ് പോസിറ്റീവ്. ഓക്കെ, ഡി ഈസ് പോസിറ്റീവ്. ഓക്കെ, ആൻഡ് മോർ ഓവർ എന്താണ്? ഇഫ് സം അതർ ഡിവൈസസ്, ഇഫ് സി ഡിവൈഡ്സ് എ ആൻഡ് സി ഡിവൈഡ്സ്, വേറെ ഏതെങ്കിലും നമ്പറിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ദെൻ സി ഈസ് ഡെഫിനറ്റ്ലി ലെസ് ആർ ഈക്വൽ ടു ബി. സോ സി ഈസ് ഡെഫിനറ്റ്ലി ലെസ് ആർ ഈക്വൽ ടു ഡി ആയിരിക്കണം. സോ വേറെ ഏതെങ്കിലും കോമൺ ആയിട്ട് ഡിവൈസർ ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി ബി ലെസ് ആർ ഈക്വൽ ടു ഡി ആയിരിക്കണം. സോ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഡി ആയിരിക്കും. ഓക്കെ, സോ -6ൻ്റെയും 9ൻ്റെയും ജി സി ഡി വി ഗോട്ട് ഇറ്റ് എസ് 3. അതുപോലെ 2ൻ്റെയും 5ൻ്റെയും ജി സി ഡി നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കുക, ഇറ്റ് ഈസ് ബേസിക്കലി 1. ഓക്കെ, സോ ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് നമുക്ക് ഡി സി ഡിക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഡെഫിനിഷൻ. ഇറ്റ്സ് ബേസിക്കലി ദ പോസിറ്റീവ് ഇൻറ്റീജർ ഡി സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ്, ഡി ഡിവൈഡ്സ് എ, ഡി ഡിവൈഡ്സ് ബി, ഇഫ് സി ഡിവൈഡ്സ് എ. സോ ഇതാണ് ജി സി ഡിയുടെ ഡെഫിനിഷൻ. ഓക്കെ, സോ ജി സി ഡി കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. സോ അതാണ് യൂക്ലിഡിയൻ അൽഗോരിതം. സോ നമുക്ക് തൽക്കാലം ജി സി ഡിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എ കോമ ബി ആണെന്ന് വിചാരിക്കും. ദെൻ ഡി ക്യാൻ ബി റിട്ടൺ ആസ് എ linear combination of a and b. So basically there exists integers x comma y. So there exists integers x comma y such that d can be written as ax plus by. ഇതാണ് നമ്മൾ ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു റിസൾട്ടാണ് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ബി നോൺ സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രൂ ആയിരിക്കണം, സീറോ ആയിരിക്കണം. സീറോ ആണെങ്കിൽ പിന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മാത്രം കോമൺ ഡിവൈസർ നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, സോ നോൺ സീറോ ആണെങ്കിലാണ് ജനറലായിട്ട് നമ്മൾ ചെയ്യാൻ പോകും. ഓക്കെ, സോ ബിക്കോസ് ഏതെങ്കിലും ഒന്ന് സീറോ ആയി പോയി കഴിഞ്ഞാലേ ഇപ്പോൾ സീറോയുടെ ഡിവൈസർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻറ്റീജേഴ്സും ഒരു ഡിവൈസറാണ്. സോ എയുടെയും സീറോയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നോക്കുന്നവരും എയുടെ ഏറ്റവും വലിയ ഡിവൈസർ നോക്കിയാൽ മതി. സോ സീറോയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ശരിയാണോ നമുക്ക് നോക്കാം. സോ എന്താണ് ജസ്റ്റ് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് നോക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു തിയറമാണ്. If given integers a can be which their excess integers x comma y such that gcd of a b is equal to ax plus by. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ രണ്ടും സീറോ അല്ല എന്നുള്ളതാണ്. ഒരെണ്ണം സീറോ ആയിട്ടുള്ള കേസുകൾ എടുത്ത് കാര്യം പറഞ്ഞു. ഒരെണ്ണം സീറോ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഒരെണ്ണം സീറോ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എ ബി സീറോ ആയിട്ട് എടുക്കുവാണെങ്കിൽ എയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഡിവൈസർ ആയിരിക്കും അതിൻ്റെ ജി സി ഡി. സോ ഇവിടെ എടുത്തിരിക്കുന്ന കേസ് നോട്ട് ബോത്ത് ഓഫ് വിച്ച് ആർ സീറോ. സോ രണ്ടും ഒന്നിച്ച് സീറോ ആയിട്ട് അവർ എടുത്തിട്ടില്ല. കാര്യം രണ്ടും ഒന്നിച്ച് സീറോ ആയിട്ട് എടുത്താൽ നമുക്ക് ജി സി ഡി കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് എല്ലാ ഇൻറ്റീജേഴ്സും സീറോയിൻ്റെ ഡിവൈസർ ആയതുകൊണ്ട് തന്നെ രണ്ടും സീറോ ആയി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ പക്ഷേ ഇവിടെ ഒരെണ്ണം സീറോ ആയിട്ടുള്ള കേസ് അവർ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നോട്ട് ബോത്ത് ഓഫ് ദം ആർ സീറോ. സോ ഏതെങ്കിലും ഒന്ന് സീറോ ആവും. ഓക്കെ, സോ അത് ട്രിവിയലാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ജി സി ഡി ഇപ്പോൾ ഡി ഒരു ജി സി ഡി ആണെന്ന് വിചാരിച്ചു, തൽക്കാലം ഡി ജി സി ഡി ആണെന്ന് വിചാരിച്ചു. സോ ഇവർ പറഞ്ഞ ഡി ക്യാൻ ബി റിട്ടൺ ആസ് സം എ എക്സ് പ്ലസ് ബി വൈ വേർ എക്സ് കോമ വൈ ആർ ഇൻറ്റീജേഴ്സ്. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ എ ആൻഡ് ബി ഇവിടെ
രണ്ട് ഇൻറ്റീജേഴ്സ് എടുത്തു, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്, രണ്ട് ആ ഒരു കണ്ടീഷൻ രണ്ടും സീറോ അല്ല, രണ്ടും ഒന്നിച്ച് സീറോ അല്ല എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒന്ന് സീറോ ആയാലും കുഴപ്പമില്ല. സോ രണ്ടും ഒന്നിച്ച് സീറോ അല്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമ്മൾ ടു ഷോ ദാറ്റ് ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് എക്സ് കോമ വൈ സച്ച് ദാറ്റ് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ദ GCD. ഇതാണ് നമ്മുടെ പ്രൂഫ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ അതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു സെറ്റ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. സെറ്റ് ഓഫ് ഓൾ AU plus BV where U, V are integers and AU plus BV is greater than 0. ഇതാണ് നമ്മൾ എടുക്കുന്ന സെറ്റ്. സോ AU plus BV എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് വേണ്ട ആൻസർ AX plus BYയുടെ ഫോമിലുള്ള ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ എടുക്കണം. സോ അത് GCD അതിനകത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ വി ആർ ടേക്കിംഗ് ദ സെറ്റ് ഓഫ് ഓൾ AU plus BV സച്ച് ദാറ്റ് AU plus BV is greater than 0 and U and V are integers. ഇങ്ങനെ സെറ്റ് എടുത്തു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് നോൺ എംപ്റ്റി ആണെന്നുള്ള പ്രൂവ് ചെയ്യും. നോൺ എംപ്റ്റി ആണെന്നുള്ള പ്രൂവ് ചെയ്യും. ഓക്കെ, സോ നോൺ എംപ്റ്റി ആണെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമ്മൾ A എടുക്കുവാണെങ്കിൽ ഇത് A ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ V 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ U ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് AU plus BV എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി A into 1 plus B into 0 which is A which is greater than 0. therefore ഇത് നോൺ എംപ്റ്റി ആണ്. ഓക്കെ, ഇനി A നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു, അപ്പോഴും കുഴപ്പമില്ല. V 0 എടുത്തോ, അതുപോലെ അതേസമയം U -1 എടുത്തോ. അപ്പോൾ എന്ത് സംഭവിക്കും? A into U plus B into V is equal to A into -1 plus B into 0 which is minus A because which is greater than 0. സോ A നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് അത് നോൺ എംപ്റ്റി ആണെന്ന് കിട്ടും. therefore S is നോൺ എംപ്റ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നോൺ എംപ്റ്റി ആയിക്കഴിഞ്ഞാൽ ഇത് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സോ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ച വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ വെച്ച് എന്താ പറയാം? ഇറ്റ് വിൽ കണ്ടെയ്ൻ എ സ്മോളസ്റ്റ് ഇൻറ്റീജർ. ഇറ്റ് വിൽ കണ്ടെയ്ൻ എ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ. അതിനെയാണ് നമ്മൾ നമ്മുടെ D ആയിട്ട് വിളിക്കാൻ പോകുന്നത്. സോ ദാറ്റ് വിൽ ബി കോൾഡ് ദ D. സോ അതിലെ സ്മോളസ്റ്റ് ആയിട്ടുള്ള സെറ്റാണ് D. ഇനി ഈ D ആണ് നമ്മുടെ GCD എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. GCD ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഷോ ദാറ്റ് D divides A, D divides B. ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം. ഇപ്പം നമുക്ക് Dനെ കൊണ്ട് Aനെ ഡിവൈഡ് ചെയ്യാം. സോ സപ്പോസ് ഐ ആം ഡിവൈഡിങ് വിത്ത് A വിത്ത് D. സോ നമുക്ക് ബൈ നമ്മുടെ എന്താ പറയുക ഡിവിഷൻ അൽഗോരിതം വെച്ചാൽ D can be written as some A into Q plus R ആയിട്ട് എഴുതാം അല്ലേ? വേർ ആറിൻ്റെ പ്രോപ്പർട്ടി 0 ലെസ് ദാൻ ഈക്വൽ ടു R ലെസ് ദാൻ D നമ്മൾ ഡിവിഷൻ അൽഗോരിതം വെച്ച് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ആറിന് എങ്ങനെ എഴുതാം? ദിസ് R can be written as സോ ഡിയെ കൊണ്ട് A ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ A can be written as D into Q plus R. D into Q plus R. So this R can be written as A minus D into Q അല്ലേ? R can be written as A minus D into Q. ശരിയല്ല? സോ ദിസ് R can be written as A minus D into Q. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ ഡിയുടെ പ്രത്യേകത എന്താ? ഡി ഇതിനകത്ത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ? സോ ഡി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സെറ്റിലെ ഏറ്റവും ചെറിയ സാധനം ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? അവിടെ ഒരു AX plus BY ഉണ്ടായിരിക്കും, അവിടെ ഒരു X, Y ഉണ്ടായിരിക്കും അല്ലേ? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആയതുകൊണ്ട് ഡി കറസ്പോണ്ടിങ് ആയിട്ട് ഒരു AX plus B ഉണ്ടായിരുന്നു. സോ ആ AX plus B ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ എന്ത് സംഭവിക്കുന്നത്? ദിസ് ക്യാൻ ബി ആസ് A minus AX plus BY into Q, റൈറ്റ്? ഓക്കെ, ഇനി ഇതിനെങ്ങനെയാണ് റീറൈറ്റ് ചെയ്ത് പോകണമെങ്കിൽ ദിസ് ക്യാൻ ബി ആസ് A into 1 minus Q into X minus B into Y. ഓക്കെ, സോ R എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഇതൊരു AU പ്ലസ് ഒരു BV ഫോമിലാണ്. ബിക്കോസ് 1 minus QX and Y are integers. സോ AU പ്ലസ് BV ഫോമിലാണ്. therefore ഈ R എന്ന് പറഞ്ഞാൽ ഓൾസോ ഇറ്റ് ഈസ് 0 ലെസ് ദാൻ ഈക്വൽ ടു R ലെസ് ദാൻ D ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹാവ് ടു ലൈ ഇൻ ദാറ്റ് സെറ്റ് S. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? ആ സെറ്റ് എസ്സിൽ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? ആ സെറ്റ് എസ്സിലെ ഏറ്റവും ചെറിയ സാധനമാണ് നമ്മുടെ D. ഓക്കെ, സോ ഈ R എന്ന് പറഞ്ഞാൽ ഡീനേക്കാൾ സ്ട്രിക്ട്ലി ചെറുതാണ്, എന്നിട്ട് അത് എസ്സിൽ വന്നു, അതൊരിക്കലും പോസിബിൾ ആണ്. സോ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, ദിസ് R ഷുഡ് ബി 0. കാര്യം ആ എസ്സി വരുന്ന സാധനങ്ങളെല്ലാം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സോ ഈ R എന്തായാലും എസ്സി വരാൻ പറ്റില്ല. സോ ആകെ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, ദിസ് R വിൽ ബി ഈക്വൽ ടു 0. ഇനി R 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? A is equal to D into Q. So that means A is a multiple of D. Similarly, you can also prove that B is some multiple of D. So A യും B യും ഡിയുടെ മൾട്ടിപ്പിൾസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി സപ്പോസ് A യും B യും നമ്മുടെ ഡിയുടെ മൾട്ടിപ്പിൾസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ C എന്ന് പറഞ്ഞ സാധനം ഡിവൈഡ്സ് A ആണ്, C എന്ന് പറഞ്ഞ സാധനം ഡിവൈഡ്സ് B ആണെന്ന് വിചാരിച്ചു. സോ ഇങ്ങനെയാണ് വിചാരിച്ചത്. നമുക്ക് ഇത് C is less than or equal to D എന്നൊന്ന് പ്രൂവ് ചെയ്യണം, എന്നാലേ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആവുള്ളൂ. ഓക്കെ, ഇനി C divides A, C divides B ആണെങ്കിൽ ഡെഫിനറ്റ്ലി C will divide AX plus BY. ഈ AX plus BY എന്ന് പറഞ്ഞാൽ നമ്മുടെ D ആണ്. സോ C will divide D. therefore modulus of C will definitely be less than or equal to modulus of D.
നോ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ടി സി ഈസ് ഓൾവേസ് ലെസ് ദാൻ or equal to ഡി ആയിരിക്കും, ബിക്കോസ് ഡി ഈസ് പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഡി ആയിരിക്കും ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. സോ ഇതാണ് ജി സി ഡിയുടെ ക്യാരക്ടറൈസേഷൻ. സോ ജി സി ഡിയുടെ പല സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ സെറ്റ് എടുത്തു, എ എക്സ് പ്ലസ് ബി വൈ ടൈപ്പ് ആയിട്ടുള്ള സെറ്റ് എടുത്തു, അത് നോൺ എം ടി ആണെന്ന് കാണിച്ചു. നോൺ എം ടി ആയിട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ എലമെൻറ്റ് ഉണ്ടായിരിക്കും വിചാരിച്ചു, അതിന് ഡി എന്ന് വിചാരിച്ചു. ആ ഡിക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. അതായത് ഡി ജി സി ഡി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് ഡി ആദ്യം എയുടെയും ബിയുടെയും ഒരു ഡിവൈസറാണെന്ന് പ്രൂവ് ചെയ്തു, പിന്നെ അത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് ജി സി ഡി ഓഫ് എ കോമ ബി, അതുപോലെ വേറൊരു പ്രോപ്പർട്ടി കൂടെ മനസ്സിലായിരിക്കണം. ജി സി ഡി ക്യാൻ ഓൾവേസ് ബി റിട്ടൺ ആസ് എ എക്സ് പ്ലസ് ബി വൈ. സോ ജി സി ഡി ക്യാൻ ഓൾവേസ് ബി റിട്ടൺ. സോ ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സോ പല സ്റ്റേറ്റ്മെൻറ്റ്സിലും പ്രൂഫ്സിലും നമ്മൾ ഈ ഒരു ഐഡിയ ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഇപ്പം പ്രൂഫുകളൊക്കെ നിങ്ങൾ തന്നെ നോക്കുക, വളരെ സിമ്പിൾ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൂഫുകൾ മാത്രമേ പറയുള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു കൊറോളറി. അതായത് if a and b are given integers not both 0, then the set is precisely the set of multiples of d which is equal to GCD of AB. ഓക്കെ, ഇനി ഡെഫിനറ്റ്ലി നിങ്ങൾ സെറ്റ് എ എക്സ് പ്ലസ് ബി വൈ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ജി സി ഡി, ഡി വൈ ഡിവൈഡ്സ് എ ആണ്, ഡി ഡിവൈഡ്സ് ബി ആണ്, ഡി ജി സി ഡി ആയതുകൊണ്ട് അപ്പോൾ ഡി വിൽ ഡിവൈഡ് എ എക്സ് പ്ലസ് ബി വൈ. സോ ഈ സെറ്റ് എ എക്സ് പ്ലസ് ബി വൈ എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ എലമെൻറ്റ്സിനെയും ഡി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് സെറ്റ് ഈസ് ബേസിക്കലി ദ മൾട്ടിപ്പിൾസ് ഓഫ് ഡി. അതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് തിരിച്ചും ഡിയുടെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും, ബിക്കോസ് ഡിയുടെ ഒരു മൾട്ടിപ്പിളാണ്. ഇപ്പോൾ ഞാൻ ഡി ഒരു എന്താ പറയുക ആർ എന്ന് പറഞ്ഞാൽ ഡിയുടെ മൾട്ടിപ്പിളാണെന്ന് വിചാരിച്ചു, എൻ ഇൻറ്റു ഡി ആണെന്ന് വിചാരിച്ചു. ഓക്കെ, നൗ ദിസ് ആർ ക്യാൻ ബി ആസ് എൻ ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ എന്ന് എഴുതാം, ബിക്കോസ് അല്ലെങ്കിൽ എ എക്സ് നോട്ട് പ്ലസ് ബി എക്സ് പ്ലസ് ബി വൈ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ബേസിക്കലി എൻ ഇൻറ്റു എൻ എക്സ് ഇൻറ്റു എ പ്ലസ് എൻ വൈ ഇൻറ്റു ബി എന്ന് പറയും. സോ ഈ പറയുന്ന ആറും അതിനകത്തുണ്ടാവും. സോ എൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും അതിനകത്തുണ്ടാവും. സോ ഈ എ എക്സ് പ്ലസ് ബി വൈ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിയുടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞ സെറ്റ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റീജേഴ്സ്. സോ നമ്മൾ നേരത്തെ എക്സാമ്പിൾ -6 9 അതിൻ്റെ ജി സി ഡി നമുക്ക് 3 ആണെന്ന് കിട്ടി. സോ ചില ഇൻറ്റീജേഴ്സ് ഫോർ എക്സാമ്പിൾ 2 5 ആണെങ്കിൽ ജി സി ഡി 1 ആണ്. സോ ഇങ്ങനെ വരുന്ന ഇൻറ്റീജേഴ്സിന് പറയുന്ന പേരാണ് റിലേറ്റീവ്ലി. അതായത് ജി സി ഡി 1 ആവുന്ന ഇൻറ്റീജേഴ്സിന് പറയുന്ന പേരാണ് റിലേറ്റീവ്ലി പ്രൈം. ഈ റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റീജേഴ്സിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 1 ആയിട്ടുള്ള എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ബിക്കോസ് 1 ഈസ് ദ ജി സി ഡി. സോ അങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കാനുണ്ടാവും റിലേറ്റീവ്ലി പ്രൈം ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ അതിൻ്റെ വെച്ചുള്ള 2 പ്രൂഫ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ജി സി ഡി ഓഫ് എ ബി ഡി ആണെന്ന് വിചാരിച്ചു. സോ ഐ ക്യാൻ ഫൈൻഡ് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു ഡി അല്ലേ. then GCD of A by D and GCD of BD by D is equal to 1. Trivial ആണ്, ബിക്കോസ് ഈ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എ ബൈ ഡി ഇൻറ്റു എക്സ് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു വൈ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1. നൗ ഇത് ഇൻറ്റീജറാണ്, ബി ബൈ ഡിയും ഇൻറ്റീജറാണ്, ബിക്കോസ് ഡി ഡിവൈഡ്സ് എ, ഡി ഡിവൈഡ്സ് ബി. ദെയർഫോർ നമുക്ക് എന്താ മനസ്സിലാവും, ഇത് ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ 1 വിൽ ബി ദ ജി സി ഡി ഓഫ് ദിസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി സോ ബിക്കോസ് അങ്ങനെ 1 ജി സി ഡി ആവാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇത് ജി സി ഡി ഇത് വേറെയാണ്. ഇപ്പം ഇതിൻ്റെ എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും ജി സി ഡി ഒരു സി ആണെന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് ദിസ് സി ഷുഡ് ഡെഫിനറ്റ്ലി ഡിവൈഡ് ദിസ് 1. എന്താ കാര്യം, ബിക്കോസ് സി ഡിവൈഡ്സ് എ ബൈ ഡി, സി ഡിവൈഡ്സ് ബി ബൈ ഡി, സി ഡിവൈഡ്സ് എ ബൈ ഡി, സി ഡിവൈഡ്സ് ബി ബൈ ഡി ആയതുകൊണ്ട് തന്നെ എ ബൈ ഡി ഇൻറ്റു എക്സ് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു വൈ വിൽ ബി 1നെ സി ഡിവൈഡ് ചെയ്യും. ദെയർഫോർ സി വിൽ ഡിവൈഡ് 1. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ദെയർഫോർ ഇങ്ങനെ എ എക്സ് പ്ലസ് ബി വൈ 1 ആയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ജി സി ഡി 1 തന്നെയാണെന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഈ ഒരു കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും നമുക്ക് ഡെഡ്യൂസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പം എ ഡിവൈഡ് സി, ബി ഡിവൈഡ് സി ഒന്ന് വെച്ച് എ ബി ഡിവൈഡ് സി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ നമ്പർ തിയറിയിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 6 ഡിവൈഡ്സ് 24 അറിയും അല്ലേ, അതിൽ 8 ഡിവൈഡ്സ് 24 ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ 6 ഇൻറ്റു 8 ആയ 48 വിൽ നോട്ട് ഡിവൈഡ് 24. സോ ശരിയാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ശരിയാവാത്ത കുറേ കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ പരീക്ഷയ്ക്ക് അവർ ചോദിക്കാം പ്രൂവ് ഓർ ഡിസ്പ്രൂവ്. ഓക്കെ, പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ഇഫ് എ ഡിവൈഡ് സി, ബി ഡിവൈഡ് സി, ദെൻ എ ബി ഡിവൈഡ് സി. സോ സാധാരണ നമ്മൾ വിചാരിക്കും ട്രൂ ആയിരിക്കും, പക്ഷേ ട്രൂ അല്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 6 ഡിവൈഡ്സ് 24 ആണ്, 8 ഡിവൈഡ്സ് 24 ആണ്. അതുകൊണ്ട് തന്നെ 6 ഇൻറ്റു 8 48 ഡസ് നോട്ട് ഡിവൈഡ് 24. സോ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അത് നമുക്ക് അതിൻ്റെ കുറച്ച് ഫൈൻ പോയിൻറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ നമ്മൾ വെക്കുവാണെങ്കിൽ എ ഡിവൈഡ് സി, ബി ഡിവൈഡ് സി, ബട്ട് ജി സി ഡി ഓഫ് എ ബി 1 ആണെങ്കിൽ ദെൻ എ ബി ഡിവൈഡ് സി. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് എക്സ്ട്രാ കണ്ടീഷൻ. സോ
എ ഡിവൈഡ് സി ആണെന്ന് വിചാരിക്കുക. അതായത് സി ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു ആർ. അതുപോലെ ബി ഡിവൈഡ് സി ആണെങ്കിൽ സി ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇൻറ്റു എസ്. ആൻഡ് ഓൾസോ ജി സി ഡി ഓഫ് എ ബി 1 ആണ്. അതായത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. വി ഹാവ് ടു ഷോ ദാറ്റ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ബി. ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ബി. വളരെ സിമ്പിളാണ്. ഇത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി ക്യാൻ ബി റിട്ടൺ ആസ് സി ഇൻറ്റു 1, ദാറ്റ് ഈസ് സി ഇൻറ്റു, ഞാനിവിടെ എ ബി കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാനിവിടെ ഈ റിലേഷൻ കൊണ്ടുവരും. സി ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ എന്ന് കൊണ്ടുവരും. ഓക്കെ, ഇനി സി ഡിവൈഡ്സ് എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു എ ബിയുടെ ഫാക്ടർ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാം സി ഡിവൈഡ്സ് എ ബി ഡിവൈഡ്സ് സി എന്ന് പറയും. ഓക്കെ, സോ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ശ്രമത്തിലാണ്. സോ സി ക്യാൻ ബി റിട്ടൺ ആസ് സി എ ഇൻറ്റു എക്സ് പ്ലസ് സി ബി ഇൻറ്റു വൈ. ഇനി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ സി ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇൻറ്റു എസ്. സോ ദിസ് ഇസ് ആക്ച്വലി ബി എസ് ഇൻറ്റു എ എക്സ് പ്ലസ് അടുത്തത് എ ആർ ഇൻറ്റു ബി വൈ. അതായത് രണ്ടിടത്തും എ ബിയുടെ ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ റീറൈറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ബി ഇൻറ്റു എസ് എക്സ് പ്ലസ് എ ബി ഇൻറ്റു ആർ വൈ ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് സി ക്യാൻ ബി റിട്ടൺ ആസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ബി. സോ എന്തായി? ജി സി ഡി 1 ആണെങ്കിൽ എന്ത് പറയാം? ഇഫ് എ ഡിവൈഡ്സ് സി ബി ഡിവൈഡ്സ് സി then GCD of AB is equal to AB. GCD of AB 1 ആണെങ്കിൽ then AB divides C. സോ ഇവിടെയൊക്കെ നിങ്ങൾ ഇച്ചിരി എന്താ പറയുക, ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ ഞാൻ എഴുതി. എ ഡിവൈഡ് സിയുടെ അർത്ഥം എഴുതി, ബി ഡിവൈഡ് സിയുടെ അർത്ഥം എഴുതി, GCD of AB അർത്ഥം എഴുതി. എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള മനസ്സിലാക്കി അത് ആ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നു. സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോപ്പർട്ടി യൂക്ലിഡ്സ് ലെമ്മ. ഇത് പ്രൈം നമ്പേഴ്സൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ എ ഡിവൈഡ്സ് ബി സി ആണെന്ന് വിചാരിച്ചു. ഓക്കെ, എ ഡിവൈഡ്സ് ബി സി ആണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി 1 ആണെന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് എ എക്സ് പ്ലസ് ബി വൈ 1 ആണെങ്കിൽ ദെൻ എ ഡിവൈഡ്സ് സി എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും ട്രൂ ആവണം. ഇപ്പം ഈ ഒരു ജി സി ഡി പ്രോപ്പർട്ടി ഇല്ല എങ്കിൽ ട്രൂ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ 12 ഡിവൈഡ്സ് ഇവിടെ ഓൾറെഡി തന്നിട്ട് 9 ഇൻറ്റു 8. ഓക്കെ, 9 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആണ്. 12 ഡിവൈഡ്സ് 72. പക്ഷേ ഡസൻ മീൻ ദാറ്റ് 12 ഡിവൈഡ്സ് 9 എന്നോ 12 ഡിവൈഡ്സ് 8 എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ജി സി ഡി ഓഫ് എ ബി 1 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ സേ ദാറ്റ് എ ഡിവൈഡ്സ് സി. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സിഗ്നിഫിക്കൻസ് മനസ്സിലായിട്ടുണ്ടാവും. സോ എ ഡിവൈഡ്സ് ബി സിയിൽ ഓക്കെ, ഈ ബീന് എയുമായിട്ട് കോമൺ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എ വിൽ ഡിവൈഡ് സി. അതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പറയാം. എന്താണ്? ഓക്കെ, സോ ജി സി ഡി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, നമുക്ക് എ ഡിവൈഡ് സി എന്ന് കാണിക്കണം. സോ സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് ഞാൻ കാണിക്കണം. ഓക്കെ, ഇനി സീന് എനിക്ക് എങ്ങനെ എഴുതാം? സി ക്യാൻ ബി സി ഇൻറ്റു 1, അതായത് സി ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ എന്ന് എനിക്ക് സീന് എഴുതാം. ഓക്കെ, നേരത്തെ അതേ പരിപാടി. സോ സി ഈസ് ഈക്വൽ ടു സി എ എക്സ് പ്ലസ് സി ബി വൈ. എനിക്ക് കാണിക്കേണ്ട എന്താണ്? എ ഡിവൈഡ് സി എന്ന് കാണിക്കണം. ദെർഫോർ എന്താ കാണിക്കേണ്ടത്? ഓക്കെ, സോ ഇവിടെ ഓൾറെഡി എയുടെ ഫാക്ടർ സി എ എൽ എക്സ് ഉണ്ട്. മൊത്തത്തിൽ തന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എ ഡിവൈഡ്സ് ബി സി എന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ ഈ രണ്ടാമത്തെ ഫാക്ടറിനെയും എ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ ഫാക്ടറി ഓൾറെഡി എ ഉണ്ട്, ബി സിനെ എ ഡിവൈഡ് ചെയ്യും. സോ എനിക്കിവിടെ എന്തായാലും എ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി സി എക്സ് പ്ലസ് ബി സിയിൽ ഓൾറെഡി എയുടെ ഫാക്ടർ ഉണ്ട്. സോ സം മൾട്ടിപ്പിൾ ഓഫ് എ ഇൻറ്റു വൈ വരും. സോ ഈ രീതിയിൽ വരുമ്പം എന്താ പറയുക? ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് ദിസ് എസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് യൂസ് ചെയ്ത പ്രോപ്പർട്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? സീനെ ഞാൻ സി ഇൻറ്റു 1 എഴുതി, സി എ എക്സ് പ്ലസ് സി ബി വൈ എഴുതി തന്നിട്ടുണ്ട്. എ ഡിവൈഡ്സ് ബി സി തന്നിട്ടുണ്ട്. സോ രണ്ടാമത്തെ ഫാക്ടറിനെ എ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ഫാക്ടറിനെ എ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ സമ്മിനെയും ഡെഫിനറ്റ്ലി എ വിൽ ഡിവൈഡ്. സോ അതാണ് നമ്മൾ യൂസ് ചെയ്ത പ്രൂഫ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, ജി സിയുടെ സെക്ഷൻ. വേറെയും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. സോ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ജി സി ഡി എന്ന് നോക്കുക. ഇനി എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു ഡി എന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ഇനി പിന്നെ അതുപോലെ തന്നെ എ ഡിവൈഡ്സ് ബി, അതിൻ്റെ നൊട്ടേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഒരു കൊറോളറി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം പ്രൈം നമ്പർ ആണെങ്കിൽ പ്രൈം നമ്പേഴ്സ് ഓൾറെഡി നമുക്ക് പണ്ട് തൊട്ട് അറിയാവുന്ന കാര്യമാണ്. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ ബേസിക്കലി നമ്മൾ പോസിറ്റീവ് ഇൻറ്റീരിയേഴ്സ് എടുക്കുകയാണ് വിത്ത് അതിന് രണ്ട് ഡിവൈസസ് ഉണ്ടാവുള്ളൂ. ഒന്ന് അത് തന്നെയായിരിക്കും, പിന്നെ 1 ആയിരിക്കും. ഓക്കെ, സോ പ്രൈം നമ്പേഴ്സ് എന്താ? ഫോർ എക്സാമ്പിൾ 2 പ്രൈമാണ്, 4 പ്രൈം അല്ല. ഓക്കെ, 3 പ്രൈമാണ്. 4ൻ്റെ വേറെ ഫാക്ടർ ഉണ്ട്, 2 ഉണ്ട്. 3ക്ക് വേറെ ഫാക്ടർ ഇല്ല. സോ പ്രൈം നമ്പേഴ്സ് വെച്ച് ഞാൻ പ്രൊഡക്റ്റ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പി ഡിവൈഡ്സ് എ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിക്കും എയ്ക്കുമായിട്ട് ഒന്നെങ്കിൽ കോമൺ ഫാക്ടറായിട്ട് എന്തുണ്ടാവണം? സോ പിയും എയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ പിക്ക് ഏതായാലും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. പിക്ക് ആകെപ്പാടെ
1ഉം പിയും ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ 1ഉം പിയും എയുടെ ഫാക്ടേഴ്സ് ആണെങ്കിൽ പിക്ക് വൈക്കും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇനി പിക്ക് വൈക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ഈ ഒരു ലെമ വെച്ച് എന്ത് പറയാം, പി വിൽ ഡിവൈഡ് ബി എന്ന് പറയാം. ഓക്കെ, സോ ഒരു പ്രൈം നമ്പറാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, എപ്പോഴും പി ഡിവൈഡ്സ് എ ബി ആണെങ്കിൽ ഐദർ പി വിൽ ഡിവൈഡ് എ, പി ഡിവൈഡ്സ് നോട്ട് ഡിവൈഡ് എ ആണെങ്കിൽ ദെൻ പി വിൽ ഡിവൈഡ് ബി. സോ ഈ രണ്ട് പ്രോപ്പർട്ടിയും പ്രൈം നമ്പേഴ്സിൻ്റെ കേസിൽ ട്രൂ ആയിരിക്കും, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കൊറോളറി കാണിച്ചാണ്. യൂക്ലിഡ്സ് ലെമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ ഡിവൈഡ്സ് ബി സി ദെൻ ജി സി ഓഫ് എ ബി 1 ആണെങ്കിൽ ദെൻ എ ഡിവൈഡ്സ് സി. സോ ഇതാണ് ഈ സെഷൻ. സോ ഇതൊന്ന് ഗോ ത്രൂ ചെയ്യ സെക്ഷൻ നോക്കുക. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് അടുത്ത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എങ്ങനെ ജി സി ഡി എഴുതാമെന്നുള്ള, എങ്ങനെ ജി സി ഡി കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.